ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോണേ. എനിക്കാണെങ്കിൽ അവിയൽ പണ്ട് എനിക്കിഷ്ടമേ അല്ലായിരുന്നു. ഞാൻ ഞങ്ങളുടെ വീട്ടിലൊന്നും നിൽക്കുമ്പോൾ അവിയൽ കഴിക്കത്തേ ഇല്ലായിരുന്നേ, അറിയത്തില്ല. പക്ഷെ പിന്നെ ഇപ്പം വന്നിട്ട് എനിക്ക് അവിയലിനോട് നല്ല സ്നേഹമാണ്. അപ്പോൾ അവിയലുണ്ടാക്കാൻ പോവാണേ. അവിയലുണ്ടാക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഇച്ചിരി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ടു. കട്ട പിടിച്ചിരിക്കുകയെല്ലാം ഇപ്പം തണുപ്പ് തുടങ്ങിയുണ്ട്. മുരിങ്ങയ്ക്ക് ഞാൻ കഴുകി വെച്ചിട്ട് ഇതിലിടത്തില്ല, പകരം ഞാനിത് സെപ്പറേറ്റ് വേവിച്ചിട്ട് ആ വെള്ളം കൂടി എടുക്കത്തില്ല. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് വേവിക്കാൻ പോവാണേ. ആ സമയം കൊണ്ട് ചൂടാകുന്നുണ്ട്. ഇതിലേക്ക് ആദ്യം ഒത്തിരി വേവുള്ള സാധനങ്ങൾ ഇട്ട് പോവും. അപ്പോൾ കായ 1 മിനിറ്റ് ഒന്ന് വഴറ്റി കായ ഇട്ട് 1 വേവായപ്പോൾ അതിലേക്ക് ക്യാരറ്റ് ഇട്ടു. എല്ലാം ഒരു മിനിറ്റ് ഇടുമേ. വേവുള്ളത് ആദ്യം ഇട്ടു. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന സാധനമല്ലേ അവിയലൊക്കെ. അതിലോട്ട് ബീൻസ് ഇടാം. പുറത്തെ കുക്കിങ്ങിൻ്റെ സമയം കഴിഞ്ഞേ, തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അകത്തായി ഇപ്പോൾ കുക്കിംഗ് വീണ്ടും ബാക്ക് ടു അകത്തേക്ക് വന്നു. ഇതിലോട്ട് നമ്മുടെ അമരപ്പയറില്ലേ, അതാണത്. ഇതിലേക്ക് കോവയ്ക്ക ഇടാൻ പോണേ. എന്നിട്ട് ഇതിലോട്ട് പൊട്ടറ്റോ ആഡ് ചെയ്യാം. പൊട്ടറ്റോ അവിയൽ എങ്ങനെയാണ് നമ്മുടെ സദ്യയുടെ ഇടം പിടിച്ചെന്ന് ആർക്കെങ്കിലും അറിയാമോ? അവിയൽ എങ്ങനെ നമ്മുടെ പാർട്ടായി. ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത്, പണ്ട് ഓണസദ്യയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഈ അവിയലും സാമ്പാറും ഒന്നും ഇല്ലായിരുന്നു. അത് എരിശ്ശേരിയും കാളനും ഓലനും അതൊക്കെ ഉള്ളായിരുന്നേ. പിന്നെ ഞാൻ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കയറിയതാണ് ഈ അവിയലും സാമ്പാറും ഒക്കെ. തമിഴ്നാട്ടും കർണാടക നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സെയിം കാര്യം. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഇത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പോൾ എങ്ങനെ അവിയൽ വന്നതെന്നറിയുമോ? പറയാം. എന്നിട്ട് അതിലേക്ക് അടുത്ത വെജിറ്റബിൾ ലോക്കി, കുഴഞ്ഞു പോവാത്ത എല്ലാ വെജിറ്റബിൾസും ഇടാം. ഇതിലോട്ട് വെള്ളരി, ഈ അവിയലേ കാണാൻ തന്നെ ഭംഗിയാണ്. എല്ലാ കളേഴ്സും അവിയലിൻ്റെ അകത്ത് ഉണ്ടാകുമേ. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കാൻ പോകും. അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇത് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒട്ടും വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. പെർഫെക്റ്റ് വേവായിരിക്കണം. ഓവർ വെള്ളം ഇടാൻ പാടില്ല. വെള്ളം വെജിറ്റബിൾസിൻ്റെ അകത്തുനിന്നൊക്കെ വെള്ളം ഇറങ്ങുമല്ലോ, അപ്പോൾ ആ വെള്ളം കൂടെ ധാരാളം മതിയായി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കും. നല്ലപോലെ ആവിയിലിരുന്ന് വേവട്ടെ. അടച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നോക്കും. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് വേണ്ടി വരുമായിരിക്കും. 10 മിനിറ്റ് നോക്കാം. തീ മീഡിയം ലോ ആയിട്ടേക്കുന്നത്. വെജിറ്റബിൾ വേവുന്നുണ്ട് അടുപ്പിൽ. ആ സമയം കൊണ്ട് നമുക്കതിനുള്ള അരപ്പ് അരയ്ക്കാം. ഇപ്പോൾ ഓണസദ്യക്കൊക്കെ അരപ്പെല്ലാം പല രീതിയിലല്ലേ. കാളൻ ഉണ്ടാക്കുമ്പോൾ കാളന് നല്ല സ്മൂത്തായിട്ട് അരയ്ക്കണം. അവിയൽ അരയ്ക്കുമ്പോൾ ഒന്ന് ഒതുക്കിയെടുക്കണം. അങ്ങനെയൊക്കെയല്ലേ പറയാം. അങ്ങനെയാണ് ചെയ്യുന്നത്. അരച്ച് പേസ്റ്റൊന്നും ആക്കത്തില്ല, ചതച്ചെടുക്കത്തുള്ളേ. 1 കപ്പ് തേങ്ങ. ഇപ്പോൾ അത് 1.5 കപ്പ് ആയാലും കുഴപ്പമില്ല. ഇതെനിക്ക് 1 കപ്പിൽ കൂടുതലുണ്ട് തേങ്ങ. പച്ചമുളക് യൂഷ്വലി ചിലരൊക്കെ കീറിയിടും ആ വെജിറ്റബിളിൻ്റെ കൂടെ. ഞാൻ അതങ്ങ് അരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരു 3-4 എരി കുറവുള്ളതാണേ പച്ചമുളക്. എന്നിട്ട് ഞാൻ കുഞ്ഞുള്ളിയും കൂടെ അരയ്ക്കും. അതിൻ്റെ അകത്തേക്ക് 2 കൊച്ചുള്ളി അരയ്ക്കും. സവോള ഞാൻ ഇട്ടിട്ടില്ല അവിയലിൻ്റെ അകത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വലിയ കൊച്ചുള്ളിയിലെ 2 ഇട്ട്. തേങ്ങ, പച്ചമുളക്, ചുമന്നുള്ളി, എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വരും. ഇത് 10 മിനിറ്റ് കഴിഞ്ഞു വെച്ചിട്ട് എല്ലാം വെന്തിട്ടുണ്ട്. അളിഞ്ഞു പോയിട്ടില്ല, പക്ഷേ എന്നാൽ എല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മുരിങ്ങയ്ക്ക വേറെ വേവിച്ച് ചേർക്കുമായിരുന്നു. കാരണം ചിലപ്പോൾ മുരിങ്ങയ്ക്ക അതി വെന്ത് കിടന്നിട്ടേ ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ചേർക്കുമായിരുന്നു. ഇതിലോട്ട് അരച്ചരപ്പ് അതിടാം. എല്ലാം കൂടെ തന്നെ പുറത്ത് വെച്ച് ഒന്ന് ആവി കയറണം അതിരുന്നിട്ട്. അപ്പോൾ അതിനുവേണ്ടിയാണേ അവിടെ വെച്ച് അടച്ചൊരു 4-5 മിനിറ്റ് ചെറിയ തീയിൽ വെക്കാം അവിടെ. അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അരപ്പ് പച്ചമണമൊക്കെ ഒന്ന് മാറും. ഇതിൻ്റെ കൂടെ കരിയാപ്പില, പച്ചക്കരിയാപ്പില ഇല്ലാത്തതുകൊണ്ട് ഉണക്കി വെക്കുന്ന എപ്പോഴും ഞാൻ പറയും, ഞാൻ എപ്പോഴും ഉണങ്ങി വെച്ചേക്കുന്നതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ലേ. ഉണക്കി വെച്ചേക്കുന്നതായിരുന്നേ. അപ്പോൾ അതുകൂടി ഇട്ട് ഇത് ആയിട്ടുണ്ട്. 5 മിനിറ്റ് വെച്ചാലും തീ കുറച്ചിട്ട് വേവാൻ വേണ്ടി അത് മാറ്റാം. മിക്സ് ചെയ്യണേ. അപ്പോൾ അവിയൽ എങ്ങനെയാണ് കേരളത്തിൻ്റെ സദ്യയുടെ ഭാഗമായെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. അത് നമ്മുടെ കേരളത്തിലെ ചരിത്രവുമായി, പഴയ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ പഞ്ചപാണ്ഡവരല്ലേ, അതിൽ ഭീമൻ ഇല്ലായിരുന്നു. ഭീമൻ. അപ്പോൾ ഭീമൻ പ്രാവശ്യം ഈ വനവാസ കാലത്ത് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഗസ്റ്റായിട്ട് ചെന്നിട്ട് അവിടെ സദ്യ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സദ്യ ഉണ്ടാക്കാൻ അവിടെ ആവശ്യത്തിന് വെജിറ്റബിൾസ് ഒന്നും ഫ്രഷ് ആയിട്ടുള്ളതില്ല, എന്നെല്ലാം പഴയതായിരുന്നേ. അപ്പോൾ കുക്കിന് അപ്പം നല്ല ഒരു
മീൽ ഉണ്ടാക്കാൻ പറ്റിയില്ല. അന്നേരം ഭീമൻ എന്താ വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ വെജിറ്റബിൾസും എല്ലാം ഇച്ചിരി ഇച്ചിരി ഉണ്ടായിരുന്നു. എല്ലാ വെജിറ്റബിൾസും കൂടെ കട്ട് ചെയ്ത് അരിഞ്ഞിട്ട് അതിൽ പച്ചമുളകും കരിയാപ്പിലയും ഉപ്പും ഒക്കെ ആഡ് ചെയ്ത് വേവിച്ചു. അവസാനം അതിൽ ഇച്ചിരി തൈരും കൂടെയും ആഡ് ചെയ്ത് അങ്ങനെ തേങ്ങ അരച്ചിട്ടു. തേങ്ങയൊക്കെ ഇഷ്ടംപോലെയുള്ള സമയമായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് ചെയ്ത് മിക്സ് ചെയ്ത് അങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കിയെന്നാണ് ഐതിഹ്യം. പഴയ കഥയാണ് ഇതൊക്കെ കേട്ടോ. ഇപ്പോഴത്തെ പുതിയ കഥയല്ല, പഴയ കാലത്ത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഫൈനൽ എല്ലാം റെഡിയായി അരപ്പിട്ടു ഇറക്കി. ഇനി അതിലേക്ക് തൈര്. ഞാൻ 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. മാങ്ങയുള്ളപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ ഇട്ടുണ്ടാക്കത്തില്ല. ഇത് തൈരിട്ട് ചെറിയ പുളിയുള്ള തൈരാണേ. ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഞാനെന്നിട്ട് ഇതിന് മുകളിൽ ഇച്ചിരി വെളിച്ചെണ്ണ താളിക്കുമേ. പച്ച വെളിച്ചെണ്ണ അതിൻ്റെ പുറത്ത് ഒഴിക്കും. എല്ലാം കൂടെ മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്തു. മിക്സ് ചെയ്യുമ്പോഴൊക്കെ ഇത് കുഴഞ്ഞു പോവാതെ കുഴച്ച് മറിയാതെ എടുക്കണം. ഇതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു നല്ല ടേബിൾ സ്പൂൺ ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. ഒഴിച്ചിട്ട് ഇത് 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ചുവിടുക. എല്ലാം കൂടി ഇതിലൊന്ന് പിടിക്കട്ടെ. 2 മിനിറ്റ്സ് അടച്ച് വെച്ച് ഇത് കഴിയുമ്പോൾ ഇത് കഴിക്കും. അപ്പോൾ 2 മിനിറ്റായി. ഇത് എല്ലാം കൂടെ ഒന്ന് യോജിക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ കഴിക്കും. അവിയൽ മാത്രം കഴിച്ചാൽ മതി. എനിക്കിപ്പം കഴിച്ച് നോക്കട്ടെ എല്ലാം പാകത്തിനാണോ നോക്കട്ടെ. ഇവിടെ നിന്നും കഴിക്കാം. ചൂടാ, നല്ല ചൂട്. അടുപ്പിൽ നിന്ന് എടുത്തല്ലേ ഉള്ളൂ. പക്ഷേ ബെസ്റ്റ് അവിയൽ. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയോ, ട്രൈ ചെയ്തോളൂ. നമുക്ക് തൈരിൻ്റെ പുളിയും തേങ്ങ അരച്ചത്, തേങ്ങ അങ്ങ് പേസ്റ്റ് ആക്കിയിട്ടില്ലല്ലോ, അതെല്ലാം ചേർന്ന് വെജിറ്റബിൾസിൻ്റെ എല്ലാം കൂടെ ഫ്ലേവറും ചേർന്നിട്ട് നല്ല അടിപൊളി ഒരു അവിയലാണ്. ഓണത്തിന് എല്ലാവരും ട്രൈ നോക്കുക. എല്ലാവർക്കും ഹാപ്പി ഓണം.